ഉസ്താദ് അവരുകൾ എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. ഇർഷാദിയ എജു ഗാർഡൻ HOD ഷംസുദ്ദീൻ ബുഖാരി ഉസ്താദ് ആദരവോടെ ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരായ പണ്ഡിതന്മാരെ, ഉമ്മമാരെ, ഈ നാട്ടിലെ സ്നേഹം നിറഞ്ഞ സഹോദരിമാരെ, സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ് അട്ടകോളി മഹലിൻ്റെ കീഴിൽ 63 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രപിതാക്കൾ ഈ നാടിൻ്റെ നന്മക്കും ഐശ്വര്യത്തിനും നാട്ടിലെ നിവാസികളുടെ ആത്മീയമായ പുരോഗതിയും ലക്ഷ്യം വെച്ചുകൊണ്ട് സ്ഥാപിച്ചിട്ടുള്ള റിഫായി ദഫ് റാത്തീബ് അതിൻ്റെ 63ാമത് വാർഷിക ആഘോഷത്തിലാണ് നമ്മൾ സംഗമിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഈ മഹത്തായ ആത്മീയ മജ്‌ലിസ് സ്ഥാപിച്ച ആളുകൾ ഇന്ന് നമ്മോടൊപ്പം ഈ സദസ്സിൽ ഉണ്ടാകണമെന്നില്ല. അവർ തൊട്ടടുത്ത ഈ പള്ളിപ്പറമ്പിൽ അവരുടെ മണ്ണറകളിൽ ഉറങ്ങുന്നുണ്ടാവും. അതുപോലെ മറ്റേതെങ്കിലുമൊക്കെ മക്ബറകളിൽ മണ്ണോട് ചേർന്ന് കിടക്കുന്നുണ്ടാകും. അല്ലാഹു തആല അവരുടെ ഖബറുകളിലേക്ക് നമ്മിൽ നിന്ന് വഫാത്തായി പോയ ബാപ്പമാർ, ഉമ്മമാർ, സഹോദര സഹോദരിമാർ, നാട്ടുകാർ എല്ലാവരിലേക്കും ഈ മജ്‌ലിസിൻ്റെ പുണ്യം എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹു ആത്മീയ ലോകത്തെ തിളങ്ങുന്ന വെള്ളി നക്ഷത്രമാണ്. ദിക്റുൽ അംബിയായി ഇബാദത്തുൻ വദിക്റു സ്വാലിഹീന കഫാറത്തുൻ എന്നാണ് മഹാന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അംബിയാക്കളെ കുറിച്ചുള്ള ഓർമ്മകളും സ്മരണകളും അവർക്ക് വേണ്ടിയുള്ള പ്രോഗ്രാം സംഘടിപ്പിക്കലുമൊക്കെ അത് ഇബാദത്താണ്. എന്നാലത് മഹാന്മാരായ ഔലിയാക്കളുടെയും സൂഫിയാക്കളുടെയും മഹാന്മാരുടെയും പേരിലാകുമ്പോൾ കഫാറത്തുൻ, നമ്മൾ ചെയ്തു പോയ ദോഷങ്ങളൊക്കെ പൊറുക്കാനത് കാരണമാകുമെന്നാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു തആല ഈ സദസ്സിലിരിക്കുന്നതിൻ്റെ പുണ്യം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ രഹസ്യമായും പരസ്യമായും അറിഞ്ഞോ അറിയാതെയോ വന്നു ഭവിച്ച എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങളും വിട്ടുപുറത്ത് മാപ്പ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഈ ജീവിതം വളരെ ചെറുതാണ്. ഇപ്പോൾ ലോകത്തെ 800-ലേറെ ജനങ്ങളാണ് ഔദ്യോഗിക കണക്കനുസരിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. 800 കോടി മുകളിൽ വരുന്ന ആളുകൾ. ഇതിൽ തന്നെ വിശ്വാസികളെടുത്താൽ ഇനിയും കുറയും. വിശ്വാസികളുടെ കൂട്ടത്തിൽ തന്നെ യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിൻ്റെ വഴിയിലായി ജീവിക്കുന്നവർ പിന്നെയും കുറയും.
വീണ്ടും ഒന്നുകൂടി നമ്മൾ സൂക്ഷ്മമായി പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയും പരിശുദ്ധ നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കാണിച്ചു തന്ന അതേ രീതിയിൽ ജീവിക്കുന്ന ആളുകൾ വളരെ കുറവായിരിക്കും. ഈ ജീവിതം കൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അവസാനിച്ച് യാത്ര പറയാൻ പോലും ചിലപ്പോൾ സമയം കിട്ടാത്ത അത്രയും ലളിതമായ ഈ ജീവിതം കൊണ്ട് നമ്മൾ അർത്ഥം വെക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നാളെയുടെ ലോകത്ത് നമുക്ക് നന്മകൾ മാത്രം സ്വീകരിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ ഏടുകൾ കൈകൾ തരുമ്പോൾ ആ ഏടുകളിൽ നമുക്ക് നന്മയുടെ കനം തൂങ്ങണമെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങളും ഈ ചെറിയ ജീവിതം നമ്മൾ ജീവിച്ചു തീർക്കുമ്പോൾ ചുറ്റിലുമുള്ള ആളുകളോട് അനുഭാവപൂർവം, കാരുണ്യപൂർവം, സാഹോദര്യപൂർവം, പരസ്പരം ഇണക്കത്തിലും പൊരുത്തത്തിലും ഐക്യത്തിലുമായിട്ട് ജീവിച്ചു തീർക്കേണ്ടതിന് പകരം ദേഷ്യവും വിദ്വേഷവും പകയും ഒക്കെ വെച്ചുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഷേഖ് റിഫായി തങ്ങൾ കാണിച്ചു തന്നതുപോലെ എല്ലാവരാലും പ്രശംസിക്കപ്പെടുന്ന ഒരു ജീവിതം നമുക്കുണ്ടാകേണ്ടതുണ്ട്. നമ്മൾ മരിച്ചു എന്നുള്ള വാർത്ത നാട്ടിൽ പരക്കുന്ന സമയത്ത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നോരോ മനുഷ്യനും പറയുന്ന സമയത്ത് അയാൾ മരിച്ചോ, നല്ലൊരു മനുഷ്യനായിരുന്നു, അല്ലാഹു അദ്ദേഹത്തിൻ്റെ ഖബർ വെളിച്ചമാക്കി കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പറയുന്ന നാട്ടുകാരും കുടുംബങ്ങളും നമ്മൾ ജീവിക്കുന്ന കാലത്ത് ഇവിടെ ബാക്കി വെച്ച് പോകേണ്ടതുണ്ട്. സൂറത്ത് നൂറിൽ സ്ത്രീകളോട് കൂടുതലായി പഠിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെട്ടിട്ടുള്ള സൂറത്താണ് സൂറത്ത് നൂർ എന്ന് പറയുന്നത്. ആ സൂറത്ത് നൂറിൽ അതിൻ്റെ തുടക്കത്തിലൊക്കെ ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്കെതിരെയുള്ള പച്ചക്കള്ളം പടച്ചുണ്ടാക്കിയതിനെതിരിൽ 11ഓളം ആയത്തുകളൊക്കെ വിശദീകരിച്ചിട്ട് വ്യഭിചാരമാകുന്ന കാര്യത്തോട് നിങ്ങൾ അടുക്കരുത്, പിന്നെ വ്യഭിചാര ആരോപണം നടത്തരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാരോപണമുണ്ടായപ്പോൾ ആ ആരോപണത്തെ എങ്ങനെയാണ് മുഅ്മിനീങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നൊക്കെ വളരെ വിശാലമായി പറയുന്നതിൻ്റെ ഇടയിൽ 22-ാമത്തെ ആയത്തായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന വിഷയത്തിൽപ്പെടാത്ത ഒരു കാര്യം കൂടി 22-ാമത്തെ ആയത്തായിട്ട് സൂറത്ത് നൂറിൽ പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കിയാൽ വിഷയത്തിൽപ്പെടാത്ത ഒരായത്ത് കടന്നു വരുന്നത് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും വസ്സഅതി അയ്യുതു ഉലിൽ ഖുർബാ വൽ മസാകീന വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ് വൽ യഅഫു വൽ യസ്ഫഹു അലാ തുഹിബ്ബൂന അയ്യഗ്ഫിറല്ലാഹു ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. സൂറത്തു നൂറിൽ 22-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്. ഈ ഒരു ആയത്ത് ഇറങ്ങാനുണ്ടായ സാഹചര്യം എന്തെന്ന് ചോദിച്ചാൽ ഹബീബായ പൊന്നു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെയും സഫ്വാൻ തങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് ആ നാട്ടിലെ മുനാഫിക്കീങ്ങൾ വലിയ ഒരു വ്യഭിചാരാരോപണം നടത്തുകയാണ്. പച്ചക്കള്ളമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ അതിനെ വിശദീകരിച്ച് പറയുന്നുണ്ട്. ആ ഒരു വ്യഭിചാരാരോപണം നടത്തിയ സമയത്ത് മുനാഫിക്കീങ്ങളാണ് ഇത് പടച്ചുണ്ടാക്കിയത്. പക്ഷെ ഏതാനും ചില മുഅ്മിനീങ്ങളായ മനുഷ്യന്മാർ കൂടി അതിൻ്റെ പിറകെ കൂടിയിട്ട് അത് ശരിവെക്കുന്ന വിധത്തിൽ സംസാരങ്ങളുണ്ടായി. അവർക്ക് പിന്നീട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയതിന് ശേഷം വ്യഭിചാരാരോപണം നടത്തിയാലുള്ള ശിക്ഷ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു മഹാനായിരുന്നു മിസ്തഹ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങളുടെ ഉമ്മാന്റെ സഹോദരിയുടെ മകനായിരുന്നു. മിസ്തഹ് തങ്ങൾ സാമ്പത്തികമായിട്ട് കുറച്ച് പിന്നാക്കം നിൽക്കുന്ന ആളായിരുന്നു. സിദ്ദീഖ് തങ്ങളാണെങ്കിൽ കുറച്ചൊക്കെ സാമ്പത്തിക ശേഷിയുമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ സിദ്ദീഖ് തങ്ങളുടെ ആ ഒരു സഹായത്തിലും നിർലോഭമായ സഹകരണത്തിലുമായിരുന്നു മിസ്തഹും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഉമ്മയും ജീവിച്ചിരുന്നത്.
അപ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ മിസ്തഹ് തങ്ങൾ ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ ഇതിന് കൂട്ടുനിന്നു എന്ന് കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾ പറയുകയാണ്, ഇനി എൻ്റെ ഒരു സഹായം ഒരിക്കലും മിസ്തഹിന് എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകില്ല, ഞാനിനി മിസ്തഹിന് ഒന്നും കൊടുക്കില്ല എന്ന്. സ്വാഭാവികമാണല്ലോ, സ്വന്തം മകൾക്കെതിരെ, ഭാര്യക്കെതിരെ, കുടുംബാംഗങ്ങൾക്കെതിരെ ഒരു ആരോപണം ആരെങ്കിലും പറയുമ്പോൾ അവരോട് നമുക്ക് മനസ്സിലൊരു വിഷമം തോന്നുക, ഒരു വെറുപ്പ് തോന്നുക എന്ന് പറഞ്ഞാൽ മനുഷ്യ സഹജമാണ്. അത്രേ സിദ്ദീഖ് തങ്ങൾക്കും ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ഉടനെ അള്ളാഹു അവിടെ തിരുത്തുകയാണ്. ആ വിഷയങ്ങളൊക്കെ പറയുന്നതിൻ്റെ ഇടയിൽ അള്ളാഹു പറയാണ്, വലാ യഅ്തലി ഉലിൽ ഫദ്ലി മിൻകും, നിങ്ങളുടെ കൂട്ടത്തിൽ പക്വതയുള്ള ആളുകൾ, ഫദ്ലുള്ള ആളുകൾ, വലാ യഅ്തലി, സത്യം ചെയ്ത് പറയരുത്. ഇവിടെ സിദ്ദീഖ് തങ്ങൾ സത്യം ചെയ്ത് പറയാണ്. അവിടെ ഉലുൽ ഫദ്ലി മിൻകും എന്നാ പറഞ്ഞത്. അവർക്ക്, നമുക്കും വരാനിരിക്കുന്നവർക്കൊക്കെ അതിൽ പാഠമുണ്ട് എന്നാണ് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത്. അപ്പം നിങ്ങളെ കൂട്ടത്തിലെ പക്വതയുള്ള ആളുകൾ, നിങ്ങളങ്ങനെ സത്യം ചെയ്ത് പറയാൻ പാടില്ല. വസ്അതി, അതുപോലെ തന്നെ അള്ളാഹു വല്ലാത്ത ഔദാര്യം ചെയ്തു തന്ന ആളുകൾ, സൗകര്യങ്ങളുള്ള, സാമ്പത്തികമായിട്ടുമൊക്കെ സൗകര്യമുള്ള ആളുകൾ സത്യം ചെയ്ത് പറയരുത്. എന്ത്? അയ്യുതു ഉലിൽ ഖുർബ, നിങ്ങളെ കുടുംബത്തിൽ ഏറ്റവും അടുത്ത ആളുകൾക്ക് വല്ലതും കൊടുക്കുന്നതിനെ ഇനി കൊടുക്കൂല എന്ന് പറയരുത്. വൽ മസാക്കീന, നിങ്ങളെ കൂട്ടത്തിൽ മിസ്കീങ്ങളായ സാധുക്കളായ ആളുകൾ ഉണ്ടാകും, അവരോട് നിങ്ങൾ അങ്ങനെ പറയരുത്. വൽ മുഹാജിരീന ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മക്ക വിട്ടുകൊണ്ട് മറ്റു രാജ്യങ്ങളിലേക്ക്, മദീന അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് സ്വന്തം നാടും വീടും സ്വത്തൊക്കെ ഉപേക്ഷിച്ച് വിശുദ്ധ ഇസ്ലാമിനെ പരിരക്ഷിക്കാൻ വേണ്ടി, സംരക്ഷിക്കാൻ വേണ്ടി ഹിജറ പോയ മുഹാജിരീങ്ങളെ കുറിച്ചും പറയരുത്. കാരണം മിസ്തഹ് തങ്ങൾ മുഹാജിർ കൂടിയായിരുന്നു, ഹിജറ പോയ ആൾ കൂടിയായിരുന്നു. അതുകൂടി അതിൽ ലക്ഷ്യമുണ്ട്. വല്യഫു, നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കണം, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം. വല്യസ്ഫഹു, അവർ വല്ലതും നിങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അക്കാര്യങ്ങളെ എന്നേക്കുമായിട്ട് നിങ്ങൾ മറന്നു കളയണം. വല്യസ്ഫഹു എന്ന് പറഞ്ഞ് നിർത്തല്ല അല്ലാഹു. വല്യസ്ഫഹു, വല്ല ദ്രോഹവും വല്ല പ്രയാസവും നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ യസ്ഫഹു, എന്നേക്കുമായിട്ട് അതിനെ മറന്നു കളയണം. കാരണം അലാ തുഹിബ്ബൂന, ശേഷം അല്ലാഹു ചോദിക്കുകയാണ്, അലാ തുഹിബ്ബൂന, നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ അയ്യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണ്. ഇത് നമ്മുടെ ലൈഫിലേക്കൊന്ന് ചേർത്ത് വെച്ചാൽ, നമ്മുടെ ഈ ചെറിയ ജീവിതത്തിൽ വല്ല ആളുകളും ഇത്തരുണത്തിൽ നമുക്കിഷ്ടമില്ലാത്ത വല്ലതും നമ്മോട് ചെയ്യുകയാണെങ്കിൽ, പറയുകയാണെങ്കിൽ, നമ്മളവരോട് സ്വീകരിക്കേണ്ടുന്ന ഒരു ആറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ്, നിലപാടിനെ കുറിച്ചാണ് അള്ളാഹു ഈ വിശുദ്ധമാക്കപ്പെട്ട സൂറത്ത് 22-ാമത്തെ ആയത്തിൽ പറയുന്നത്. അപ്പം മനുഷ്യന്മാർ ചെയ്യേണ്ടുന്നൊരു സ്വഭാവം എന്താണ്? ഇങ്ങോട്ട് എന്തൊക്കെ ചെയ്താലും ഒരു മുഅ്മിനിൻ്റെ മോട്ടോ എന്ന് പറയുന്നത് അവർക്ക് മാപ്പ് കൊടുക്കുന്ന സ്വഭാവം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. മഹാന്മാർ മുഴുവനും പഠിപ്പിച്ചതാണ്. നമ്മുടെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ എന്തുകൊണ്ടാണ് അള്ളാഹു ഇടപെട്ടത് എന്ന് ചില മുഫസ്സിറുകൾ പറയുന്നുണ്ട്. ഇവിടെ മിസ്തഹ് തങ്ങൾ ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങളുടെ സംരക്ഷണയിൽ കഴിയുന്ന ആളായിരുന്നു. സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മുടെ കുടുംബക്കാരോടും നമ്മുടെ ആശ്രിതത്തിൽ കഴിയുന്ന ആൾക്കാരോടും നമ്മൾ തെറ്റേണ്ടി വന്നാൽ സ്വാഭാവികമായിട്ടും അവിടെ നടക്കുന്നത് എന്താണ്? അവർക്കുള്ള സഹായം, റിസ്ക് അവിടെ ബ്ലോക്ക് ചെയ്യപ്പെടുകയാണ്. റിസ്ക് തരാമെന്നേറ്റത് റാസിക്കായ അള്ളാഹുവാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ റിസ്ക് തടയുന്നത്, അവന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളെ തടയുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അള്ളാഹു ഇടപെട്ട് സംസാരിക്കുകയാണ്, നിങ്ങൾ അങ്ങനെ പറയരുത് സിദ്ദീഖ് തങ്ങളെ, നിങ്ങളിലൂടെയാണ്, നിങ്ങൾ കാശ് കൊടുത്തിട്ടാണെങ്കിലും ശരി, നിങ്ങളിലൂടെയാണ് മിസ്തഹിനും കുടുംബത്തിനുള്ള റിസ്ക് ഞാൻ കൊടുക്കുന്നത്. നിങ്ങളത് വേണ്ടാന്ന് വെച്ചാൽ അയാൾ പട്ടിണിയായി പോകൂലേ? അത് അള്ളാഹുവിന് ഇഷ്ടമില്ല. നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യം കുടുംബക്കാർ ഇഷ്ടമില്ലാത്തത് ചെയ്താൽ ഉടനെ നമ്മൾ ചെയ്യുന്നതാണ്, നമ്മളെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുകയാണെങ്കിൽ നമ്മളവരെ വിളിക്കില്ല, റിസ്ക് തടയും, അല്ലേ? സൗഹാർദ്ദത്തിൽ പിണക്കം സംഭവിച്ചാൽ ഉടനെ സംഭവിക്കുന്നത് നമ്മുടെ തീന്മേശകളിൽ, നമ്മുടെ സൽക്കാരങ്ങളിൽ, നമ്മുടെ ആഘോഷങ്ങളിൽ അവർ ക്ഷണിതാക്കളായിരിക്കില്ല. അത് അല്ലാഹുവിന് ഇഷ്ടമില്ല.
കെദഫിനെ കുറിച്ചും സിനയെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സൂറത്തിൻ്റെ ഇടയിൽ കയറിയിട്ട് അള്ളാഹു പറയാണ്, നിങ്ങളങ്ങനെ സത്യം ചെയ്ത് പറയുന്നത് ശരിയാണ്, നിങ്ങൾക്കത് മനസ്സിന് വിഷമമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്, സമ്മതിക്കുന്നു. പക്ഷേ അങ്ങനെ നിങ്ങൾ അവരെ പോലെ നിങ്ങൾ ആകാൻ പാടില്ല. നിങ്ങൾ അല്പം കൂടി പക്വത കാണിക്കണം. എല്ലാവരും ഒരേ ആറ്റിറ്റ്യൂഡിലായാൽ പിന്നെ എങ്ങനെയാണ് ശരിയാവുക? കാരണം സിദ്ദീഖ് തങ്ങൾ ഏറ്റവും കൂടുതൽ പക്വതയുള്ള, പാകതയുള്ള, ഒരു പെർഫെക്റ്റ് മാൻ എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ ജീവിച്ച മനുഷ്യനാണ്. അല്ലാഹു പറയണേ, നിങ്ങളെപ്പോലുള്ള ആൾക്കാരൊന്നും അങ്ങനെ പറയാൻ പാടില്ല. നമുക്ക് കൂടിയത് മാതൃകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ആരെങ്കിലുമൊക്കെ ഇഷ്ടമില്ലാത്തത് പറയുകയും ചെയ്യുകയും ചെയ്താൽ നമ്മൾ അവരോട് സ്വീകരിക്കേണ്ടുന്ന ആറ്റിറ്റ്യൂഡാണത്. അതേ നാണയത്തിൽ തിരിച്ചെടുക്കാൻ പാടില്ല. മാപ്പ് തന്നു എന്ന് പറയാൻ പറ്റണം. കാരണം അഫ്ദലുൽ അഖ്ലാഖിൽ മുസ്ലിമീന അൽ അഫ്വു എന്നാണ് പൊന്നു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. മുസ്ലിമീങ്ങളുടെ സ്വഭാവത്തിൽ വെച്ച് ഏറ്റവും അഫ്ദലായ സ്വഭാവം എന്ന് പറയുന്നത് അഫ്വാണ്. ഇങ്ങോട്ട് ചെയ്ത തെറ്റുകളെ, ഇങ്ങോട്ട് പറഞ്ഞ ഇഷ്ടപ്പെടാത്ത വാക്കുകളെയും പ്രവൃത്തികളെയും മാപ്പ് ചെയ്തു എന്ന് പറയാ. അതിന് വല്ലാത്ത ബ്രോഡ് മൈൻഡ് ഉണ്ടാവണം, വിശാല മനസ്സുണ്ടാകണം. വിശാല മനസ്സുള്ള ആളുകൾക്ക് മാത്രം സാധ്യമാകുന്നൊരു സ്വഭാവമാണത്. അള്ളാഹു നമ്മുടെ മനസ്സിന് വിശാലത നൽകുമാറാവട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സൂറത്ത് ശറഹിൽ അള്ളാഹു ചോദിക്കുന്ന ആദ്യത്തെ ആയത്ത് തന്നെ അലം നശ്റഹ് ലക സദ്റക്. പൊന്നു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അലം നശ്റഹ് ലക സദ്റക്, അങ്ങയുടെ ഹൃദയത്തെ ഞാൻ വിശാലമാക്കി തന്നില്ലേ? അലം നശ്റഹ്, വിശാലമാക്കി തന്നില്ലേ? ബ്രോഡ് മൈൻഡാക്കി തന്നില്ലേ? എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള, കൂട്ടത്തിലുള്ള കുടുംബത്തിലുള്ളവരെ മാത്രമല്ല, അനുയായികളെ മാത്രമല്ല, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉപദ്രവം ചെയ്ത ശത്രുക്കളെ പോലും ഉൾക്കൊള്ളാനുള്ള വിശാലമായ മനസ്സിൻ്റെ ഉടമയായിരുന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് മാപ്പ് ചെയ്തു കൊടുക്കണമെന്നാണ്. ഒരിക്കൽ ആയിഷമ്മയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് മുത്തനബിയുടെ സ്വഭാവം എന്ന് ചോദിച്ചപ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ മറുപടി പറയുന്നു, കാന ഖുൽഖുഹു അൽ ഖുർആൻ. മുത്തനബിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഖുർആനാണ് എന്നാണ്. ഖുർആനിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളും അല്ലാഹു അതിങ്ങനെ നമ്മോട് കൽപ്പിക്കുന്നു, പഠിപ്പിക്കുന്നു. അപ്പൊ ഖുർആനിന്റെ പ്രാക്ടിക്കൽ രൂപമായിരുന്നു പൊന്നു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നാണ് ആയിഷ ബീവി ഉദ്ദേശിച്ചത്. മാപ്പ് കൊടുക്കണമെന്ന് പറയുന്നു. നമ്മളും മാപ്പ് കൊടുക്കേണ്ടുന്ന പോലീസുകളൊക്കെ പറ്റിയൊക്കെ ഉസ്താദുമാർ പറയുമ്പോൾ നമ്മളും കേൾക്കുന്നു. പക്ഷെ പ്രാക്ടിക്കലാക്കാൻ നമുക്കാവുന്നില്ല. പൊന്നു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാക്ടിക്കലായി കാണിച്ചു തന്നു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂക്കി വിളിച്ചവർ, കല്ലെടുത്തെറിഞ്ഞവർ, ആക്ഷേപിച്ചവർ, കുറ്റം പറഞ്ഞവർ, നാട് കടത്തിയവർ എല്ലാവരെയും മക്കം ഫതഹിന്റെ സമയത്ത് ഒരുമിച്ച് കയ്യിൽ കിട്ടുകയാണ്. മക്കാനിവാസികൾ ഒരുമിച്ച് കൂട്ടിയിട്ട് കഅബത്തിന്റെ പരിസരത്ത് വെച്ചുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, അല്ലയോ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങൾ എന്താണ് എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്? ചില ആൾക്കാരൊക്കെ പേടിച്ചിട്ട് നാട് വിട്ടുപോയി, യമനിലേക്കും ജിദ്ദയിലേക്കൊക്കെ നാട് വിട്ടുപോയി. കാരണം അത്രയും ദ്രോഹം മുഹമ്മദിനും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ അനുയായികളോട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ബോധ്യമുള്ളവരാണവർ. നാട് വിട്ടുപോയി പേടിച്ചിട്ട്. ശേഷിച്ച ആളുകളൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് തങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾ എന്നിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? അവർ പറഞ്ഞു, മുഹമ്മദേ, നീ നല്ല മനുഷ്യനാണ്, ഞങ്ങൾ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യനാണ്, ഞങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അത്രയും കാലം ആക്രമിച്ച, തൻ്റെ അനുയായികളെ പീഡിപ്പിച്ച, നിഷ്ഠൂരമായി കൊന്നുകളഞ്ഞ ആളുകളെ കിട്ടിയപ്പോൾ അവരോട് പ്രതികാരം ചെയ്യുകയല്ല. സ്വഹാബികൾ എന്തിനു 10,000-ഓളം വരുന്ന സ്വഹാബികൾ സജ്ജരായിട്ട്, സർവായുധ സജ്ജരായിട്ട് പിന്നിലുണ്ടായിരുന്നിട്ട് കൂടി പൊന്നു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നത്, ലാ തസ്രിബ അലൈക്കുമുൽ യൗം അൻതും തുലഖാ. ഇല്ല, ഒരു പ്രതികാര നടപടിയുമില്ല, അൻതും തുലഖാ. നിങ്ങൾ സ്വതന്ത്രം, നിങ്ങൾ പോയിക്കോളൂ, സാരല്ല. എത്ര
വിശാലമായ മനസ്സാണത്. സാരല്ല എന്ന് പറയാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഹൈ ക്വാളിറ്റിയാണത്. അയാളുടെ സ്വഭാവത്തിൻ്റെ ഹൈ ക്വാളിറ്റിയാണ് ഹുസ്നുൽ ഖുൽഖ്, മാപ്പ് കൊടുക്കാനുള്ള വിശാല മനസ്സ്. എനിക്ക് നിങ്ങളോട് ഒന്നുമില്ല കേട്ടോ, നിങ്ങൾ പൊയ്ക്കോളി, ഒന്നുമില്ല, നിങ്ങൾ പൊയ്ക്കോളി. എത്ര വിശാലമായ മനസ്സാണത്. അവിടേക്ക് ബഹുമാനപ്പെട്ട ബിവി അസ്മാ റളിയല്ലാഹു അൻഹ കടന്നു വരുന്നുണ്ട്. ആരാണ് അസ്മാ ബിവി? ഇക്രിമയുടെ ആരാണ് ഇക്രിമ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അക്രമത്തിന് നേതൃത്വം കൊടുത്ത അബൂജഹലിന്റെ, സാക്ഷാൽ അബൂജഹലിന്റെ മകനായിരുന്നു ഇക്രിമ. ആ ഇക്രിമയും വിശ്വാസിയായിട്ടില്ല. പക്ഷെ ഇക്രിമയുടെ ഭാര്യയായ അസ്മാ ബിവി ഇസ്ലാം സ്വീകരിച്ചിട്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയാണ്, ഞാൻ ഇക്രിമയുടെ ഭാര്യയാണ്, അസ്മാ ആണ്, എൻ്റെ ഭർത്താവിന് അങ്ങ് മാപ്പ് കൊടുക്കുമോ? ഇക്രിമ പേടിച്ചിട്ട് നാട് വിട്ടാളാ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാവർക്കും മാപ്പ് കൊടുത്തല്ലോ, ഇക്രിമയ്ക്കും മാപ്പ് കൊടുത്തു. ബീവി അസ്മാ റളിയല്ലാഹു അൻഹ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ തേടി പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് പുണ്യ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാപ്പ് തന്നിട്ടുണ്ട്, തിരിച്ചു വരണം മക്കയിലേക്ക്. ഇക്രിമ വന്നു. പുണ്യ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കാര്യം പറഞ്ഞു, ഇസ്ലാം സ്വീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത്രയും കാലം ഞാൻ അങ്ങയോട് അക്രമങ്ങൾ മാത്രമാണ് ചെയ്തത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അങ്ങയെ സേവിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് അങ്ങയുടെ നല്ല സ്നേഹമുള്ള ഒരു അനുയായിയായിട്ട് ജീവിക്കാൻ തൗഫീക്കിന് വേണ്ടി ദുആ ചെയ്യണം എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് കൊടുക്കുന്ന ഒരു നിർദ്ദേശമുണ്ട്. അതാണ് നമ്മൾ പാഠമാക്കേണ്ടത്. എന്തായിരുന്നു അത്? ബഹുമാനപ്പെട്ട പുണ്യ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, പ്രിയപ്പെട്ട സ്വഹാബികളെ, ഇക്രിമ ഇസ്ലാമിലേക്ക് വരുന്ന സമയത്ത് ഇക്രിമയുള്ള ഒരു സദസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബാപ്പയെക്കുറിച്ച് നിങ്ങൾ മോശം പറയരുത്. അത് അദ്ദേഹത്തിന് ഇഷ്ടാകൂല, മോശമല്ല, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. കണ്ടോ, ഇസ്ലാം സ്വീകരിച്ചു വന്ന തൻ്റെ മകൻ ബാപ്പയെ കുറിച്ച് പറഞ്ഞാൽ അതൊരു വിഷമുണ്ടാകുന്ന കരുതിയിട്ട് പുണ്യ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. നോക്കൂ നിങ്ങൾ, എത്രമാത്രമാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിശാല മനസ്സിനെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഞാൻ അവസാനിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ശൈഖ് റിഫായി തങ്ങൾ ഒരിക്കൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു കള്ളൻ കയറുന്നു. കള്ളൻ കയറിയപ്പോൾ ചെന്ന് നോക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ടവരെ കണ്ടപ്പോൾ കള്ളൻ പെട്ടെന്ന് ഇങ്ങനെ പേടിച്ചു നോക്കി. അപ്പോൾ പറഞ്ഞു, നിങ്ങളിപ്പോൾ എടുത്തു വെച്ച ചാക്കില്ലേ, അത് പൊടിക്കാത്ത ഗോതമ്പാണ്, നല്ല പൊടിച്ച് ഭക്ഷണത്തിന് തയ്യാറാക്കി വെച്ച ഗോതമ്പിൻ്റെ ചാക്ക് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൂടെ പോയിട്ട് ആ ചാക്കുമായിട്ട് പോവുകയാണ്. വീട്ടിലെത്തിയിട്ടൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു പോരാൻ നേരത്ത് ബഹുമാനപ്പെട്ടവർ പറയാണ്, ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്, നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ശബ്ദം കേട്ടപ്പോൾ ഞാൻ വന്ന സമയത്ത് നിങ്ങൾ എന്നെ കണ്ടപ്പോൾ ഒന്ന് പേടിച്ചു നോക്കിയില്ലേ, നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം കേട്ടോ. നിങ്ങളെ മനസ്സിന് വിഷമം തോന്നിയോ? നാളെ ആഖിറത്തിലെ പടച്ചവൻ്റെ മുമ്പിൽ എനിക്കെതിരെ പറയരുത് കേട്ടോ. ആ മനുഷ്യനെ ഇനി കക്കോ? ഇതാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മഹാന്മാരായ റിഫായി ശൈഖിനെ പോലെയുള്ള സൂഫിയാക്കളും ആരിഫീങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹു തആല അവരുടെ പാത പിൻപറ്റിക്കൊണ്ട് ആ ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിലും പുലർത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട മസ്ഊദ് സഖാഫി ഉസ്താദ് 4ാമത്തെ പ്രാവശ്യമാണ് നമ്മുടെ നാട്ടിലെത്തുന്നത്. ഈ അട്ടകോളിയുടെ ഓരോ പൾസുപ്പിസ്ഥാനും മനസ്സിലായിട്ടുണ്ടാകും. ഈ വർഷം നമുക്ക് സംസാരിക്കാമെന്നേറ്റത് സൂറത്തുൽ കൗസറിനെ കുറിച്ചാണ്. ചെറിയ സൂറത്താണ്. നിങ്ങൾ ചിന്തിക്കുന്നതാണോ, എന്താ ഇപ്പോൾ ഈ 3 ദിവസമൊക്കെ പുസ്തകം കൗസറിനെ കുറിച്ച് പറയേണ്ടാകുക? 3അല്ല 30 ദിവസം കൊടുത്ത് നോക്കുകയാണെങ്കിൽ 30 ദിവസം പറയും. കാരണം ഖുർആൻ അത്രയും വിശാലമല്ലേ. അല്ലാഹു തആല ഉസ്താദിന് ഇനി ധാരാളം മുഅ്മിനീങ്ങളെ അള്ളാഹുവിൻ്റെ വിശുദ്ധ മതത്തിലേക്ക്, ആത്മീയതയുടെ വഴിയിലേക്ക് കൈപിടിച്ച് നടത്താനും അതുവഴി നമുക്കും നമ്മെപ്പോലെയുള്ള ധാരാളം ആളുകൾക്കും ആത്മീയതയുടെ വഴിയിൽ നടക്കാനൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ.
നമ്മൾ കേട്ട അത്രയും സുന്ദരമായ നസീഹത്തുകളും ജീവിതത്തിൽ പകർത്തേണ്ടുന്ന കാര്യങ്ങളുമാണ് കഴിഞ്ഞ 3 വർഷങ്ങളിൽ നമ്മോട് ഉസ്താദ് സംസാരിച്ചത്. 2 വർഷങ്ങളിൽ സൂറത്ത് യാസീൻ സംസാരിച്ചു, കഴിഞ്ഞ വർഷം സൂറത്ത് മുൽക്ക് സംസാരിച്ചു, ഈ വർഷം നമ്മോട് ഏറ്റത് സൂറത്തുൽ കൗസറിനെ കുറിച്ചാണ്. അല്ലാഹു തആല പറയാൻ ഉസ്താദിനും കേൾക്കാനും പകർത്താനും ഒക്കെ നമുക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാ, നമ്മുടെ അട്ടകോളിയിലെ വൈജ്ഞാനിക വിളക്കമാടത്തിലെ ഇർഷാദിയിലെയും സിറാജുൽ ഇസ്ലാമിലെയും മദ്രസയിലെ കുട്ടികൾ അവരിങ്ങനെ റൈറ്റും പാടും പേനക്കെടുത്ത് എല്ലാ വർഷത്തെയും പോലെ ഈ വർഷം ഇരിക്കുന്നുണ്ട്. ഉസ്താദിന് കേൾക്കാനും അത് എഴുതിയെടുക്കാനാണ്. ഇതിൻ്റെയൊക്കെ അവസാനത്തിലും അവർക്ക് ക്ലാസ് റൂമിൽ വെച്ചുകൊണ്ട് അവസാനത്തിൽ ശനിയോ ഞായറൊക്കെ ആയിട്ട് ക്വിസ് കോമ്പറ്റീഷൻ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. എല്ലാവരെയും സന്തോഷത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന വിശുദ്ധ വാക്യത്തിൽ ഈ മഹത്തായ ആത്മീയ സദസ്സ്, വിജ്ഞാന സദസ്സ് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.